ഹലോ. ഒരിക്കലൊരു കുട്ടി അവളുടെ ഗ്രാൻഡ് പായോട് ചോദിച്ചു, ഗ്രാൻഡ് പാ ഇന്ന് എനിക്കൊരു ലൈഫ് ലെസൺ പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗ്രാൻഡ് പാ പറഞ്ഞു, അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. പക്ഷേ അതിനു മുമ്പ് നീ ഒത്തിരി പേരെ ഇവിടെ വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പം കുട്ടി പറഞ്ഞു, അയ്യോ അതെങ്ങനെ ഗ്രാൻഡ് പാ, ഞാൻ ഇത്രയും അധികം ആൾക്കാരെ ഒന്നിച്ച് ഞാൻ ഇവിടെ വിളിച്ചു കൂട്ടുന്നേ. അപ്പോൾ ഗ്രാൻഡ് പാ പറഞ്ഞു, വെയിറ്റ്, നീ ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ അയൽക്കാരോടും ചെന്ന് പറ, നമുക്ക് ഒരു ഓസ്ട്രിച്ച് ഉണ്ട്, ആ ഓസ്ട്രിച്ച് 6 സ്വർണ്ണമുട്ട ഇട്ടു, ഒരു മുട്ടയ്ക്ക് തന്നെ മില്യൺ കണക്കിന് വിലയുണ്ട്, അപ്പോൾ അതെല്ലാം വിറ്റ് ഞാൻ വലിയൊരു മില്യനെയർ ആവാൻ പോവാന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി ഓടി നടന്ന് എല്ലാ വീട്ടിലും പറഞ്ഞു ഇങ്ങനെ ഓസ്ട്രിച്ചിനെ കിട്ടിയ കാര്യവും എല്ലാം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്തു, പക്ഷേ ആരും വന്നില്ല. അപ്പം അവൾ ആശ്ചര്യത്തോട് ചോദിച്ചു, അതിനാ വലിയപ്പ ആരും വരാഞ്ഞേന്ന്. അപ്പം വലിയപ്പൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാ വീട്ടിലും ചെന്ന് പറയേ, തലേദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറി ഞങ്ങളുടെ വീടെല്ലാം ഡിസ്ട്രോയ് ചെയ്തു, ഞങ്ങളുടെ ഓസ്ട്രിച്ചിനെ കൊന്നു, 6 മുട്ട എടുത്തുകൊണ്ട് പോയി, ഞങ്ങൾക്കിപ്പോൾ ഒന്നുമില്ലയെന്ന് എല്ലാവരോടും പറയാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഓടി നടന്ന് എല്ലാ വീടുകളിലും ചെന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ എല്ലാം പറഞ്ഞ് തിരിച്ച് വന്ന് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പം അവരുടെ വീടിന് മുമ്പിൽ നിറച്ചും ആൾക്കൂട്ടം, ഭയങ്കര ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തിനെ കണ്ടപ്പം അവൾ വലിപ്പനോട് ചോദിച്ചു, വലിപ്പ ഇതെന്താ ഇങ്ങനെ, ഇന്നലെ ആരും വന്നില്ലല്ലോ നമ്മുടെ സക്സസ് കാണാനായിട്ട്, പക്ഷേ ഇന്ന് എങ്ങനെ ഇത്രയും ആൾക്കാർ വന്നെന്ന്. അപ്പം വലിപ്പൻ പറഞ്ഞു, ഇതാണ് ഇന്നത്തെ ലൈഫ് ലെസൺ നിനക്കുള്ളത്. നമ്മുടെ സക്സസ്സിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് എങ്ങും സ്പ്രെഡ് ആവത്തില്ല. അത് അവർ കേൾക്കും, അവർ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ വീഴ്ച കാണാനുമായിരിക്കും കൂടുതൽ ആൾക്കാർ ഈ ലോകത്ത് ഉള്ളത്. അപ്പം അതാണ് ഇന്നത്തെ ലൈഫ് ലെസൺ ഗ്രാൻഡ് പാ പറഞ്ഞു കൊടുത്തത്. കാര്യം പ്രത്യക്ഷത്തിൽ എല്ലാവരും പറയും, എല്ലാവരും നിങ്ങളുടെ സക്സസ് കാണാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരെ കഴിഞ്ഞും വേറൊരാൾ വലുതാവുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും മധുരിക്കുന്ന ഒരു സത്യമല്ല. അപ്പം എന്തെങ്കിലും ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരുടെ ചുറ്റുമാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാതെ ഇരിക്കുക, നമ്മൾ നമ്മുടെ ഡ്രീംസിൽ ഫോക്കസ് ചെയ്യുക, നമ്മൾ എത്രയോ നമ്മുടെ ബെസ്റ്റ് നമ്മൾ പുറത്തെടുക്കുക, അങ്ങനെ നമ്മൾ വളരുക. അതാണ് ഇന്നത്തെ മെസ്സേജ്. താങ്ക് യു.